പവാട വേണം മേലാട വേണം ഒഞ്ചാറ് പനങ്കിളിക്കേ എന്താ ജമീലെ വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ ഹലോ, എടാ നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ, വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇഡിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്, എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്, ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ എനിക്ക് ഓടിക്കണം എന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് ഒന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നുന്ന ആളാ.